പുരോഗമന കലാസാഹിത്യ സംഘം കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അജയൻ ചാലിങ്കാലിന്റെ ബുദ്ധന്റെ കടൽ ചെറുകഥാ സമാഹാര പുസ്തക പ്രകാശനം നടത്തി. കുന്നുമ്മൽ NSS ഹാളിലായിരുന്നു പരിപാടി നടന്നത്. പ്രശസ്ത നിരൂപകൻ EP രാജഗോപാലൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. പ്രശസ്ത സാഹിത്യകാരൻ PVK പനയാൽ പുസ്തകം ഏറ്റുവാങ്ങി. അജയന്റെ മനസ്സിലുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അജയൻ എഴുത്തിലൂടെ മറ്റ് നിലക്ക് പഴയ ഭാഷ പറഞ്ഞ അന്യഥ കിട്ടാത്ത ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ആളാണ്. അതിന് രാഷ്ട്രീയമായിട്ടുള്ള ധ്വനികളും പ്രത്യേകതകളും ഉണ്ട്. ഈ രീതി ഒരു കഥയെക്കുറിച്ച് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്, ഈ ആദ്യത്തെ കഥ. ഈ രീതി, ഈ സ്വാതന്ത്ര്യത്തിൻ്റെ രീതി അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളിലും കാണാം. മറ്റൊന്ന് ധീരതയാണ്. ഇപ്പം ഏതാണ് നമ്മൾ ഉപേക്ഷിച്ച മറ്റൊരു വാക്കാണ് ധീരത. ആരും പറയുന്നത് കേൾക്കില്ല. ധീര ജവാൻ എന്ന് പോലും ഇപ്പം ആരും പറയുന്നില്ല. നമുക്ക് നഷ്ടപ്പെടുന്നവരുടെ വാക്കാണ് ധീരത എന്നുള്ള വാക്ക്. ധീരന്മാർക്ക് പോരാടേണ്ടി വരുമല്ലോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടം കീഴടങ്ങാനാണ്. അതുകൊണ്ട് കീഴടങ്ങാനുള്ള താല്പര്യം കൂടുന്നവർക്ക് സമൂഹത്തിൽ ധീരത എന്നുള്ള വാക്കങ്ങ് പോകും. നമ്മളിപ്പോൾ അബദ്ധവശാൽ പോലും ധീരത എന്നുള്ള വാക്ക് ഞാൻ കേൾക്കാറുണ്ട്. ആള് പ്രസംഗത്തിൽ ധീരന്മാരായിരുന്നു പറയുന്നത്. പൊതുവെ ആരും പറയാറില്ല. ധീരത വേണ്ട. ധീരന്മാർ തോറ്റുപോകുന്ന ഉറപ്പാണ്. ചിലപ്പോൾ മിക്കവാറും ഉറപ്പാണ്. നമുക്ക് ധീരന്മാരാവില്ല, നമ്മൾ പേടിച്ചിട്ട് ജയിക്കുക. ഇതാണ് ഇപ്പോഴത്തെ രീതി. പേടിച്ച് ജയിക്കുക, എല്ലാവരും കീഴടങ്ങി അനുസരിച്ച് ജയിക്കുക. അപ്പോൾ അങ്ങനെ ഒബേ ആൻഡ് വിൻ. അപ്പോൾ ആ നിലയ്ക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഈ ധീരത എന്നുള്ള വാക്ക് അജയൻ്റെ കഥയിൽ എവിടെയോ കണ്ടപ്പോൾ ഞാനൊന്നും ഞെട്ടി. ഒരു അപരിതനെ കണ്ട പോലെ ഞെട്ടിപ്പോയി. പക്ഷെ ആ വാക്ക് ഈ കഥയിലുണ്ട്. അപ്പോൾ ധീരതയാണ് ഈ സ്വാതന്ത്ര്യ ബോധത്തിന് പിന്നിൽ എന്നാണ് പറഞ്ഞത്. ഒത്തിണങ്ങി പോകുന്ന ഒരു പുസ്തകം ആകുമ്പോൾ ആ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരനുഭവമായി മാറുന്നു. വളരെ നന്നായി സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടിയാണ് ഇത്. കാരണം നമ്മുടെ നാടിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എഴുത്തിനെ, കലയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ആ ഓരോ ആളുടെ മുഖം നോക്കുമ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം നമ്മുടെ ഗൗരവമാണ്, നമ്മുടെ സ്വാതന്ത്ര്യബോധമാണ്, നമ്മുടെ കലയോടുള്ള സ്നേഹമാണ്, സാഹിത്യത്തോടുള്ള സ്നേഹമാണ് എപ്പോഴും ഒരു പരിപാടിയെ നന്നാക്കുന്നതും അത് ദുർബലമാക്കുന്നതും ഒക്കെ അതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഈ പറയാൻ കാരണം പുരോഗമന കലാ സാഹിത്യ സംഘം വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പുസ്തക പ്രസിദ്ധീകരണത്തിൽ, പുസ്തക പ്രകാശനത്തിൽ ഒക്കെ വളരെ ശ്രദ്ധിച്ചിരുന്ന ഒരു സാംസ്കാരിക പ്രസ്ഥാനമാണ്. യുവ എഴുത്തുകാരി തേജസ്വിനി P പുസ്തക പരിചയം നടത്തി. പുരോഗമന കലാസാഹിത്യ സംഘം കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സുരേഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു. രവീന്ദ്രൻ കുടക്കാട്, സീതാദേവി കരിയാട്ട്, ദീപ PM, കവിത M, രാജേന്ദ്രൻ പുല്ലൂർ, PK നിശാന്ത്, അജയ് പ്രസീദ് എന്നിവർ സംസാരിച്ചു. വിജയൻ പുളക്കട സ്വാഗതവും രാജൻ T നന്ദിയും പറഞ്ഞു. അജയൻ ചാലിങ്കാൽ മറുമൊഴി ഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.